ചേട്ടാ ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെങ്ങനെ നടന്നു നിൽക്കാണല്ലോ സ്റ്റാർ മാജിക് ടീമൊക്കെ. സ്റ്റാർ മാജിക് പെട്ടെന്ന് എന്ത് പറ്റി സ്റ്റാർ മാജിക്? പുതിയ ഷോ തുടങ്ങാനൊക്കെ ആയിരിക്കും. ആധികാരികൾ നമ്മൾ അറിയില്ലല്ലോ. കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചപ്പോഴും പറഞ്ഞായിരുന്നു ഞങ്ങളൊരു ബ്രേക്ക് എടുത്തതാണ്. ഷോയ്ക്ക് തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അതിന് ആർട്ടിസ്റ്റുകൾക്കറിയില്ല. അപ്പൊ എന്റെ ഡയറക്ടർ ചാനലൊക്കെ അല്ലേ എന്റെ ഷോ എത്ര 7 വർഷമായില്ലേ. ജീവിതത്തിന്റെ ഒരു ഭാഗമായി തോന്നുന്നു അല്ലേ ഷോയൊക്കെ? പിന്നെ സ്റ്റാർ മാജിക്കല്ലേ നമ്മളാക്കിയത്. ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഷോ അല്ലേ. അവിടെ നിന്ന് കിട്ടിയ ഒരു കൈപ്പാണ് നമുക്ക്. എല്ലാരും ചോദിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെയൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോ സ്റ്റാർ മാജിക് എന്ത് പറ്റിയെന്ന് അമ്മമാരാണ് കൂടുതൽ, അമ്മമാരും ചേച്ചിമാരൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. അതെ, അത് നമ്മുടെ ഒരു ഭാഗ്യം. നല്ല പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പറ്റിയത് പിന്നെ അത് എല്ലാം കുറെ പ്രാവശ്യമൊക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ആധികാരിക വശങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയിക്കാം. എന്താ പറയുന്നത്? തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണോ? തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണോ പറയുന്നത്? തിരിച്ചു വരണം എന്നാണ് നിങ്ങളെ പോലെ തന്നെ. നിങ്ങള് പ്രോഗ്രാം കാണുമ്പോൾ ചിരിക്കുന്നതിൽ കൂടുതൽ ഞങ്ങള് ഒരു ആഴ്ചയിലും ഒരേ മനസ്സുള്ള കുറച്ച് ആളുകൾ നിന്ന് കോമഡി പറയാൻ, തമാശ പറയുക, വലിയ സന്തോഷം അനുഭവിക്കുക. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യല്ലേ. ഇന്ന് ആളുകൾക്ക് ചിരിക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള ചിരിക്കാൻ പറ്റാന്ന് സന്തോഷം. ചിലരൊക്കെ ഭയങ്കര വികാരപരമായിട്ടാണ് ഇട്ടാണ്. അതായത് ഞങ്ങളുടെ ആകെയുള്ള ഒരു ആശ്വാസമാണെന്നുള്ള രീതിയിലൊക്കെ കമന്റ് വന്നു. പ്രേക്ഷകരല്ലേ നമ്മളെ എല്ലാം, അവരെല്ലാം നമ്മളെ വിജയിപ്പിക്കുകയും നമ്മളെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണമല്ല. പിന്നേലും വിഷമമുണ്ട്. ഇപ്പൊ എനിക്ക് രണ്ടാമതാണ് ഏത് റൂട്ടാണെന്ന് നമുക്ക് അറിയില്ല. പല പാറ്റേൺ പറ്റി അതിന് നിർത്താറുണ്ടല്ലോ. കുറേ 7 വർഷമായി ഒരു ഷോ. ശരിക്കൊരു ഫാമിലി തന്നെയാണല്ലേ പെരുവട്ടി? പിന്നെ അതിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോ 7 വർഷമൊക്കെ 7 വർഷം വേണ്ട 1 വർഷം 2 വർഷമൊക്കെ എല്ലാവരുമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര മാനസിക ഐക്യം വരുമല്ലേ. അതല്ലേ പരിപാടിയുടെ വിജയം. ഞങ്ങൾക്ക് അവിടെ ചെന്നാലും എല്ലാ ആഴ്ചയിലും മനസ്സിൽ ഇങ്ങനെ അറിയാതെ കയറുന്നത്. അങ്ങനെ കയറിയൊരു ഷോയാണ് സ്റ്റാർ മാജിക്. വേറെന്താ വിശേഷമുള്ള സ്റ്റാർ മാജിക് അല്ലാതെ? വേറെ വിശേഷങ്ങൾ പണം ഇറങ്ങാനുണ്ട്. ഇതിലിപ്പോ അടുത്ത 2 പടങ്ങളൊക്കെ വിദേശ പരിപാടികളുണ്ട്. എന്റെ യൂട്യൂബ് ചാനല് സജീവമായിട്ട് അടിമാലി യൂട്യൂബ് ചാനൽ അടിമാലി ഡയറീസ് നമ്മൾ വെറുതെ എല്ലാ ആഴ്ചയിലും പോകും. ഇപ്പൊ അതിന്റെ ടെൻഷൻ ഇവിടെയുണ്ട്. ചാനലിന്റെ ഷൂട്ടുണ്ട്, ഇതെല്ലാ ആഴ്ചയിലും പോകണ്ടേ. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. പുതിയ പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കണതിന്റെ ടെൻഷൻ, ഷൂട്ടിങ്ങിന്റെ ടെൻഷൻ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നതിൻ്റെയൊക്കെ വിഷമം. അങ്ങനെ വിഷമങ്ങളും അത് ഒരാഴ്ചയിലും അത് റിലീസാകുമ്പോൾ അതിനകത്ത് കിട്ടുന്ന അത് ലൈക്കും കമന്റൊക്കെ കിട്ടുമ്പോൾ വ്യൂസൊക്കെ കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ഫീഡ്ബാക്ക് നേരിട്ട് അറിയുകയും ചെയ്യാലോ അല്ലേ? പുതിയതെല്ലാം ഇറങ്ങിയത് 2 ദിവസമായിരുന്നു. 27,000 കണ്ടു. ചാനലിന്റെ പേരൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ അടിമാലി യൂട്യൂബ് ചാനൽ അടിമാലി ഡയറീസ് എന്നാണ് പരിപാടിയുടെ. എല്ലാ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ചയും എപ്പിസോഡ് പോകുന്നത്. സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് ചേട്ടനൊക്കെയാണ്. അതുപോലെ പക്ഷെ വിമർശനം കേട്ടതും ചേട്ടനെയാണ് കൂടുതലെന്ന് തോന്നുന്നു സ്റ്റാർ മാജിക്. അത് ഈ ലോക്കൽ സ്ലാങ്ങിന്റെ ഒക്കെ ചിലപ്പോ അല്ലേ? ചേട്ടൻ നേരത്തെ പറയുന്നത് എന്റെ അടിമാലിയാണ് എന്നെ വളർത്തിയത്. നമ്മുടെ നാടിന്റെ ശൈലിയാണ് കലാകാരന്റെ ശൈലി. അതുപോലെ നമ്മുടേതായിട്ടുള്ള ഞങ്ങളുടേതായിട്ടുള്ള ഒരു നാടൻ ശൈലി കാര്യങ്ങൾ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.